അങ്ങനെ ഉത്തരായന കാലത്ത് എന്ത് ചെയ്താലും അതിന് 1000 ഇരട്ടി ഫലമുണ്ട് എന്നാണ് പറയുന്നത്. ചിലര് ഇപ്പൊ എന്താ പറയണ, ചിലര് ചില നാമങ്ങൾ ജപിച്ചാൽ അവർക്ക് അതിഗംഭീരമായ ഫലമായിരിക്കും. നമസ്കാരം. കൈപ്പേശ്ശേരി കോയിന്നമ്പരി. നമ്മളൊരു വർഷത്തെ 12 മാസമായി നമ്മൾ കണക്കാക്കുമ്പോൾ അതിൽ ഉത്തരായനമെന്നും ദക്ഷിണായനമെന്നും 2 ഭാഗമായിട്ടാണ് വിശ്വാസികളുടെ ഇടയ്ക്ക്. ഉത്തരായനം എന്ന് പറഞ്ഞാൽ മകരമാസം തുടങ്ങി മിഥുനമാസം വരെയുള്ള കാലഘട്ടത്തെ ഉത്തരായനെന്നും, മിഥുനം തൊട്ട് ഈ ധനുമാസം വരെയുള്ളതിനെ ദക്ഷിണായനം എന്നുമാണ് പറയുന്നത്. ഉത്തരായന കാലഘട്ടത്തിലാണ് പൊതുവെ ക്ഷേത്രങ്ങളിൽ ഉത്സവാദികൾ, മഹാപ്രതിഷ്ഠകൾ, പ്രതിഷ്ഠാ കർമ്മങ്ങൾ, മഹത്തരമായി നിൽക്കുന്ന പൂജകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഉത്സവങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കാം. നമ്മുടെ നാട്ടിലുള്ള എല്ലാ അമ്പലങ്ങളിലെയും മിക്കവാറും 90% ഉത്സവങ്ങളൊക്കെ വരുന്നത് മകരമാസത്തിലാണ്. ശരിക്കും ഉത്സവത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് ശരിക്കും തൃപ്പൂണിത്തുറ പൂർണ്ണത്രയശൻ്റെ അമ്പലമാണ് വൃശ്ചിക മാസത്തിൽ. അത് കഴിഞ്ഞാൽ പിന്നെ ധനുവും കഴിഞ്ഞ് മകരമാസം തൊട്ട് ഉത്സവാദികളൊക്കെ തുടങ്ങുകയാണ്. മഹത്തരമായി നിൽക്കുന്ന പ്രതിഷ്ഠാകർമ്മങ്ങളൊക്കെ ഉത്തരായനമാകാതെ ചെയ്യാറില്ല. അത് ബാലാലയ പ്രതിഷ്ഠകളായാലും പ്രതിഷ്ഠകളായാലും. അങ്ങനെ ഉത്തരായന കാലത്ത് എന്ത് ചെയ്താലും അതിന് 1000 ഇരട്ടി ഫലമുണ്ട് എന്നാണ് പറയുന്നത്. ശരിക്കും മന്ത്രദീക്ഷകളൊക്കെ സ്വീകരിക്കുക. ഇപ്പം നമ്മളെപ്പോലുള്ള ആൾക്കാരുടെയൊക്കെ അടുത്ത് വന്നിട്ട് ദീക്ഷയായിട്ട് ദക്ഷിണയൊക്കെ തന്ന് ദീക്ഷ മന്ത്രം നാമമാണെങ്കിലും ദീക്ഷയായിട്ട് മേടിക്കും. ദേവി മഹാത്മ്യങ്ങളും ലളിതാ സഹസ്രനാമത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ അവർ കൊണ്ടുവന്ന് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പം അതിനൊക്കെ എന്താ പറയണേ, ഉത്തരായന കാലത്ത് അതിഗംഭീരമായ ഫലമാണ്. കാരണം എന്ത് കിട്ടിയാലും അതിന് ഇതുള്ള ഫലം. ഇപ്പം ഈ പാണ്ഡവരുടെയൊക്കെ മുത്തശ്ശനായി നിൽക്കുന്ന ഭീഷ്മർക്ക് എന്താ പറ്റിയ, അദ്ദേഹത്തിന് എപ്പം മനസ്സിൽ തോന്നുവോ അപ്പം മരിക്കാം എന്നാണ് അദ്ദേഹത്തിനൊരു വരം കിട്ടിയിരുന്നു. അപ്പം ശരശയ്യയിൽ അദ്ദേഹം കിടന്നിട്ട് പോലും അദ്ദേഹം ഉത്തരായന കാലം വരെ വെയിറ്റ് ചെയ്തു മരിക്കാൻ വേണ്ടി. അപ്പോൾ ഉത്തരായന കാലത്തെ മരണം വരെ പിന്നെ ആ ആത്മാവിന് അതിൽ ഗംഭീരമായ ഫലം കിട്ടുന്നതാണ്. അപ്പോൾ ഉത്തരായന കാലത്തെന്ന് പറയുന്ന സാധനം ശരിക്ക് ഒരു ഉത്തേജനത്തിന്, കാരണം സൂര്യൻ വടക്ക് ഭാഗത്തേക്ക് പോയി ഏറ്റവും ഭൂമിക്ക് ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന കാലാവസ്ഥ അല്ല സമയം. കാരണം ഏറ്റവും നന്നായിട്ട്, അതായത് എങ്ങനെ വിത്ത് വിതച്ചാലും പുതുമഴയ്ക്ക് അത് കിളുക്കുന്നവരാണ് ഉത്തരായന കാലത്ത്. എങ്ങനെ വിത്തിട്ടാലും, കാരണം സസ്യങ്ങൾക്ക്, ജലങ്ങൾക്ക്, മൃഗങ്ങൾക്ക്, മനുഷ്യർക്ക്, സർവചരാചരങ്ങൾക്കും ഒരേപോലെ ശാസ്ത്രീയമായി നന്മ ഒരു കുതിപ്പ് നൽകുന്നതാണ് ഉത്തരായന കാലം. സൂര്യൻ്റെ ആ ഉത്തരായന കാലത്തെ സഞ്ചാരം. അതുപോലെ തന്നെ ദൈവികമായിട്ട് ആത്മീയമായി നിൽക്കുന്ന ശക്തിയെ നമുക്ക് കൂട്ടുവാൻ ഏറ്റവും നല്ല കാലഘട്ടമാണ് ഉത്തരായനം. ആ ഉത്തരായനത്തിൻ്റെ ആരംഭകാലമാണ് ഈ മകരസംക്രമം എന്ന് പറയുന്നത്. മകരസംക്രമം തൊട്ട് മിഥുനമാസം വരെയുള്ള കാലഘട്ടം. അപ്പം അതിനിടയ്ക്ക് ഈ പറഞ്ഞ പോലെ പുതിയ ഇപ്പം നമ്മളിപ്പം ഇതുവരെ ദേവി മഹാത്മ്യം ജപിച്ചു തുടങ്ങിയില്ല ഒരാൾക്ക്, ഉത്തരായനത്തിൽ തുടങ്ങാം. അതുപോലെ തന്നെ ഒരു നന്മയുള്ള അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ ദർശനം, തിങ്കൾ ഭജനം എന്ന് പറഞ്ഞാൽ, എന്ന് വെച്ചാൽ തിങ്കളാഴ്ച തൊഴുക എന്നല്ല, മാസത്തിലൊന്ന് നമ്മൾ ഏതെങ്കിലും അമ്പലത്തിൽ ഭജനം തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. മാസത്തിലൊന്ന് ഗുരുവായൂർ പോകാം, നമ്മളങ്ങനെ ഇരിക്കുക. അപ്പോൾ മാസത്തിലൊന്ന് പോകുന്നതിന് നമ്മൾ ഗുരുവായൂർ തിങ്കൾ ഭജനം ഉണ്ടെന്ന് പറയും. കാരണം തിങ്കളാഴ്ച ഭജിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം, വാക്കുകൊണ്ട് അർത്ഥത്തെ ഇതാക്കണ്ട, എല്ലാ മാസവും പോകുന്നു. അപ്പം അങ്ങനെയൊക്കെ തുടങ്ങാനൊക്കെ പറ്റിയ കാലഘട്ടമാണ് ഉത്തരായന കാലം. അതുപോലെ തന്നെ സാധാരണ ആൾക്കാർക്ക് നല്ല നമ്മൾക്ക് പറ്റിയ നമ്മുടെ ജാതകവുമായി യോജിക്കുന്ന, നമ്മുടെ എന്താ പറയണേ, ജീവിതവുമായി യോജിക്കുന്ന, നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായി യോജിപ്പിക്കുന്ന ഓരോരുത്തർക്കും ഓരോ നാമങ്ങളാണ് പറയണത്. ചിലര് ഇപ്പോൾ എന്താ പറയണ, ചില നാമങ്ങൾ ജപിച്ചാൽ അവർക്ക് അതിഗംഭീരമായ ഫലമായിരിക്കും. മനസ്സിലാവുന്നില്ല. എല്ലാ നാമങ്ങൾക്കും ശക്തിയുണ്ട്. ചിലർക്കത് വളരെ അനുകൂലം, കാരണം അത് ജാതകവുമായി ബന്ധപ്പെട്ടതും കൂടിയാണ്. കാരണം അവരുടെ 9, 5 ഭാവം, ജാതകത്തിൻ്റെ ലഗ്നാൽ 5-ാം ഭാവവും 9-ാം ഭാവവും ഒക്കെ ആയി ബന്ധപ്പെടുത്തിയാണ് ഈ ഉപാസനാ മാർഗങ്ങളൊക്കെ സ്വീകരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ബന്ധപ്പെടുത്തി നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, അങ്ങനെയുള്ള നാമങ്ങൾ ജപിക്കുക. അപ്പോൾ അഭിവൃദ്ധിയല്ല, ഉത്തരോത്തര അഭിവൃദ്ധിയാണ്. ഇങ്ങനെയുള്ള കാലത്തിന് മുഴുവൻ ഉത്തരായന കാലം അതിഗംഭീരമാണ്, അതികേമമാണ്, അതിനന്മയാണ്. ഉത്തരായന കാലത്തിൽ സാധാരണ ഒരു ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഉത്തരായന കാലത്തിൽ നാളെ നന്മയുടെ
ഐശ്വര്യത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉത്തരായന കാലത്തെ നാമജപാദികൾ അതിഗംഭീരമാണ്. അതിലേക്കാണ് കടന്നു വരുന്നത്. ഉത്തരായണത്തൊക്കെ ചെയ്യുന്നതെല്ലാം നാലിരട്ടി ഫലമായതുകൊണ്ടും നമുക്കറിയാം ഓരോ ദിവസം ഇപ്പോൾ വ്യാഴാഴ്ച കൃഷ്ണനെ വിഷ്ണുവിനെ തൊഴുതാൽ കിട്ടുന്ന ഫലം, അല്ലെങ്കിൽ ഞായറാഴ്ച മഹാദേവനെ തൊഴുതാൽ കിട്ടുന്ന ഫലം, ശനിയാഴ്ച അയ്യപ്പസ്വാമിയെ തൊഴുതാൽ കിട്ടുന്ന ഫലം, ചൊവ്വാഴ്ച സുബ്രഹ്മണ്യ സ്വാമിയെ തൊഴുതാൽ കിട്ടുന്ന ഫലം, ഇതെല്ലാം വളരെ വ്യത്യസ്തമാണ്. ആഴ്ചയ്ക്ക് പ്രാധാന്യമുള്ള പോലെ ഈ ഉത്തരായന കാലത്ത് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അതിഗംഭീര ഫലം നൽകുന്നത്. കാരണം ഉത്തരായന കാലത്തെ നാമജപാദികൾക്കും അതികേമാണ്, അതിഗംഭീരായ ഫലമാണ്, വളരെ ഗുണകരമായ അവസ്ഥയാണ്. അപ്പൊ അത് ദക്ഷിണായന കാലത്തെ ദുരിതങ്ങളെയും ഉത്തരായന കാലത്തെ ദുരിതങ്ങളെയും മാറ്റുക എന്ന് മാത്രമല്ല, ഉത്തരായന കാലത്തെ നാമജപാദികൾ കൊണ്ട് നമുക്ക് 4 ഇരട്ടി ഫലത്തിലേക്ക് വരുന്നു. ഉത്തരായന കാലത്തെ ക്ഷേത്ര ദർശനം കൊണ്ട് അതും 4 ഇരട്ടി ഫലത്തിലേക്ക് വരുന്നു. ഉത്തരായന കാലത്തെ ദാനങ്ങൾ കൊണ്ട്, ഉത്തരായനത്തിൽ ദാനങ്ങൾ വളരെ കേമാണ്, അതിഗംഭീരമായ ദാനങ്ങളുണ്ട്. ദാനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് അതിലും ഗംഭീരമായ ഫലങ്ങളാണ്. അപ്പൊ ഉത്തരായന കാലത്ത് മാക്സിമം, അതായത് ഇപ്പൊ ദാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരാവശ്യമില്ല എന്നാൽ അത് അവനിരിക്കട്ടെ, അങ്ങനെയല്ല. നമ്മൾ എത്ര സ്നേഹിക്കുന്ന സാധനമാണോ, എത്രമാത്രം ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ അവന് ഇഷ്ടപ്പെടാൻ പറ്റിയ സാധനം കൊടുക്കുക, അങ്ങനെയാണ്. അത് ചെയ്യുന്നത് കൊണ്ട് അതിഗംഭീരമായ ഫലമാണ് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഉത്തരായന കാലത്ത് നാമജപാദികളെക്കുറിച്ചും നാമങ്ങളെക്കുറിച്ചും ജപത്തെക്കുറിച്ചും ജപത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ജപം കൊണ്ട് കലിയുഗത്തെ ദുരിതങ്ങൾ മാറ്റാവുന്നതിനും ജപം കൊണ്ട് മനസ്സിനെ മാറ്റാനും ജപം കൊണ്ട് നന്മയാർന്ന ബുദ്ധി ഉണ്ടാവാനും ജപം കൊണ്ട് വളരെ സുഖകരമായൊരു അവസ്ഥ ഉണ്ടാക്കാനും ഒരുപാട് കാര്യങ്ങൾ ഞാൻ മുൻപിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഈ നിങ്ങൾ ഉപാസിക്കുന്ന ഈശ്വരന്മാരാണോ, നിങ്ങൾ ഉപാസിക്കുന്ന ഭഗവാന്മാരുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ജാതകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭഗവാന്മാരുടെ ആ നാമജപാദികളിൽ നിങ്ങൾ വളരെ കുറച്ചുകൂടി ഒന്ന് കൂട്ടാമെങ്കിൽ, അതായത് ഇപ്പൊ എത്രയാണോ ജപിക്കുന്നത് അതിന്റെ സംഖ്യ കുറച്ചുകൂടി കൂട്ടാമെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ എന്താ പറ്റണേ, നമുക്കിപ്പോൾ ആകെ ബാങ്കിൽ 1 ലക്ഷം രൂപ കടയുണ്ട്, ബാങ്കുകാർ പറഞ്ഞ 5000 രൂപ അടച്ചേക്കാന്നാണ്. അപ്പോൾ ഒരു 3-4 വർഷം കൊണ്ട് 5 വർഷം കൊണ്ട് തീരുമെങ്കിൽ നമ്മൾ 10000 രൂപ അടച്ചാൽ 2.5 വർഷം കൊണ്ട് തീരും, അങ്ങനെയല്ലേ? ഇവിടെ അതുപോലെ തന്നെ പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യുന്നതിൻ്റെ ബാക്കി അടയ്ക്കുന്നത് ഭാവി ജീവിതത്തിൻ്റെ, ഭാവിയിലെ പരമ്പരയുടെ, ഭാവിയിലുണ്ടാവുന്ന ചിന്തകളിൽ ആ ജീവിതത്തെ പൂർണ്ണമായി ഐശ്വര്യപ്രദാനം ഉണ്ടാവാനുള്ള ഡിപ്പോസിറ്റായി മാറുകയാണ്. നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പാസ്ബുക്കുമായിട്ട് ഇത് പിൻവലിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ ജപിക്കുന്നത് നിലവിലുള്ള ദുരിതങ്ങളെ ഹനിക്കുവാനാണ് നമുക്ക് ഉതകുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള കഷ്ടതകളെ മാറ്റി സുഹൃതത്തെ പ്രദാനം ചെയ്യാനാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ദുഷ്കൃതങ്ങളെ മാറ്റി നന്മയുടെ വഴി തുറക്കാനാണെങ്കിൽ, നമ്മൾ ഉത്തരായന കാലത്ത് ജപിക്കുന്ന ജപാദികൾ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള ദുരിതങ്ങളെ മാറ്റുന്നതിനൊപ്പം തന്നെ ഭാവി ജീവിതത്തെ സുഗമമാക്കാനുള്ള ഒരു സമ്പത്തിന്റെ ഒരു ഡിപ്പോസിറ്റ് പോലെ അല്ലെങ്കിൽ ഉണ്ടാക്കി വെക്കുന്ന ഒരു അവസ്ഥയും കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് ഉത്തരായന കാലത്തെ നാമജപാദികൾക്ക് പ്രാധാന്യം കൊടുക്കണം, അത് കൃത്യമായ പ്രാധാന്യം കൊടുക്കണം, വളരെ ഗംഭീരമായ പ്രാധാന്യം കൊടുക്കണം. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ശാരീരികമായി നിൽക്കുന്ന ആരോഗ്യമനുസരിച്ച് രാവിലെ വൈകുന്നേരം എണീറ്റ് കൃത്യമായി നിൽക്കുന്ന രീതിയിൽ ഇപ്പം രാവിലെയാണ് സമയമെങ്കിൽ രാവിലെയുള്ള സമയം, വൈകുന്നേരമാണുള്ള സമയമെങ്കിൽ വൈകുന്നേരത്തെ സമയം, അങ്ങനെ നാമങ്ങൾ ജപിച്ച് ആ നാമജപാദികൾക്ക് അത് ഭഗവാന്മാരെ ഇന്നതെന്നില്ല, ആ ഉത്തരായന കാലത്ത് എല്ലാ ഈശ്വരന്മാർക്കും എല്ലാ ചൈതന്യങ്ങളെയും ഞാൻ സങ്കല്പിച്ചാൽ പറയണേ, ഇന്ന വിഷയത്തിൽ എന്നല്ല. കാരണം ഉത്തരായന കാലത്ത് എന്ത് നന്മ ചെയ്താലും വളരെ ഗംഭീരമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജപിക്കുന്ന സാധനങ്ങൾ, നാമജപാദികൾക്ക് അല്ലെങ്കിൽ ജപിക്കാൻ പറ്റുന്ന നമ്മൾ ഉപാസിക്കുന്ന മൂർത്തികളെ കുറച്ചുകൂടെ ശക്തമായി നിൽക്കുന്ന ഉപാസനകൾ, ശക്തമായി നിൽക്കുന്ന പ്രാധാന്യങ്ങൾ, ശക്തമായി നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഒന്നുകൂടി ചെയ്യാമെങ്കിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന വളരെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഗുണത്തിൻ്റെ നിലവാരത്തിലേക്ക് ജീവിതത്തെ എത്തിക്കുക എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ പ്രാധാന്യമാണ് ഉത്തരായന കാലത്തെ കുടുംബക്ഷേത്ര ദർശനം, അല്ലെങ്കിൽ നമ്മുടെ മൂലകുടുംബക്ഷേത്രം, അല്ലെങ്കിൽ നമ്മുടെ കുലദേവതാ ക്ഷേത്ര ദർശനം. ഉത്തരായന കാലത്ത് ഒരു തവണയുമെങ്കിലും നമ്മൾ നമ്മുടെ സ്വകുടുംബക്ഷേത്രങ്ങളിൽ, നമ്മുടെ മൂലകുടുംബക്ഷേത്രങ്ങളിൽ, നമ്മുടെ കുലദേവതാ ക്ഷേത്രങ്ങളിൽ നമ്മളൊന്ന് ദർശനം നടത്തി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാത്ത ആരും ഉണ്ടാവരുത്. 6 മാസത്തെ സമയമുണ്ട്. എല്ലാ മാസം പോകുന്നവരുണ്ട്, എല്ലാ ദിവസവും പോകുന്നവരുണ്ട്.
മാസത്തിൽ 2 തവണ പോകുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ എനിക്കറിയാം. അല്ലാത്ത ആൾക്കാർ എത്ര ദൂരെയാണേലും ഉത്തരായന കാലത്ത് നമ്മുടെ കുടുംബക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ഒരു ശകലം ഉണക്കലരിയും ശർക്കരയും അവിലും മലരും എണ്ണയും അല്ലെ നെയ്യോ എന്തെങ്കിലും പൂജാദ്രവ്യങ്ങൾ നടക്കെ വെക്കുക. അവിടെ കൊണ്ട് 10,000 രൂപ വെച്ച് കഴിഞ്ഞാൽ ഫലം കിട്ടില്ല. ഭഗവാന് കാണിക്കയായിട്ട് ഭഗവത് സ്വരൂപത്തിന്റെ പാതാരവിന്ദങ്ങളിൽ ഭഗവാന്റെ തിരുനടയിലേക്ക് നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കുന്ന അളവ് 100 ഗ്രാം ആയാലും 10 കിലോ ആയാലും നിങ്ങളുടെ സമ്പത്തിനെ അനുസരിച്ച് ഒരല്പം ഉണക്കലരിയും ഒരുണ്ട ശർക്കരയാണെങ്കിലും അതും ആ ഭഗവാന്റെ നടക്കൽ വെച്ച് ഭഗവാനെ എൻ്റെ കാണിക്ക എൻ്റെ ഇത് എന്നും പറഞ്ഞ ഭഗവത് സ്വരൂപത്തിന്റെ തിരുനടയിൽ വെച്ച് തൊഴുതു പ്രാർത്ഥിക്കുക. കുലദേവതാ ക്ഷേത്രങ്ങളിൽ, പരദേവതാ ക്ഷേത്രങ്ങളിൽ. ഇത് നിങ്ങൾക്ക് എന്താ പറയണേ, അതും അതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ദേശത്തിന്റെ അധിപതിയായ ക്ഷേത്രങ്ങളിൽ ഈ 6 മാസത്തിൽ എല്ലാ ദിവസവും നിങ്ങൾ പോകുന്നില്ല എന്ന് വെച്ചാൽ, അങ്ങനെ ഞാൻ പറയണില്ലെങ്കിൽ പോലും മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മുടെ ദേശാധിപതിയായി നിൽക്കുന്ന, ദേശത്തിന്റെ അധിപതിയായി നിൽക്കുന്ന ഗ്രാമദേവതയെ തൊഴുത് പ്രാർത്ഥിക്കുക. ഉത്തരായന കാലത്ത് ഗ്രാമദേവതയിൽ പോയി പ്രാർത്ഥിക്കുക. അതുപോലെ ഉത്തരായന കാലത്ത് ഗ്രാമത്തിൽ നടക്കുന്ന ക്ഷേത്ര ഉത്സവങ്ങളിൽ ഒരു ദിവസമെങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ, അതായത് ശരിക്കും പറഞ്ഞാൽ ഈ കേരള നമുക്ക് ദേവസ്വം അല്ലെ ബ്രഹ്മസ്വമാണ് നമ്മുടെ സ്വത്തുക്കളെല്ലാം. ഒന്നല്ല ദേവന്റെ സ്വത്ത്, ഇല്ല ബ്രാഹ്മണ സ്വത്ത്. ഇതെല്ലാം ക്ഷേത്ര സ്വത്തുക്കളാണ് കൂടുതലും കേരളത്തിൽ കാണുന്നത്. പക്ഷെ അത് ആധാരം മാറി 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 വരുമ്പോൾ ഇന്ന് നമ്മൾ മുന്നാധാരമൊക്കെ നോക്കുമ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും, ചിലപ്പോൾ അഹിന്ദു പോലും ആയിരിക്കും, അങ്ങനെയൊക്കെ കാണാം. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കേണ്ട. ഒരു കാലത്ത് ഇതെല്ലാം ഒരു ക്ഷേത്ര ഭൂമികളായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗ്രാമങ്ങളിൽ നടക്കുന്ന ഏത് അമ്പലത്തിലെ ഉത്സവങ്ങളിലാണെങ്കിലും ആ ഉത്സവത്തിലും ഒരു ദിവസം ഉത്തരായന കാലത്ത് നിങ്ങളുടെ വകയായി, നിങ്ങളിപ്പോൾ വലിയ പിരിവൊന്നും കൊടുക്കാൻ പറ്റിയില്ലും വേണ്ട, നിങ്ങളൊരു 1 കിലോ ഉണക്കലരി കൊണ്ട് കൊടുത്തോളൂ, മതി. വേണ്ട, അവിടെ അന്നദാനത്തിന് 1 കിലോ അരി കൊടുക്കൂ, മതി. ഇതല്ല ഭഗവാൻ അഭിഷേകം ചെയ്യാൻ 1 കുപ്പി എള്ളെണ്ണ കൊടുക്കൂ, മതി. അല്ലെ തേച്ച് കഴുകാൻ 20 രൂപയുള്ളൂ, ഇഞ്ച വാങ്ങിച്ചു കൊടുത്താൽ മതി. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ മുറ്റത്ത് നിൽക്കണ തുളസിപ്പൂ ആയിക്കോട്ടെ, അതൊരു മാക്സിമം പറിച്ച് ഒരുക്കി വൃത്തിയായിട്ട് ഭഗവത് നടയിൽ സമർപ്പിക്കാം. അപ്പോൾ ഉത്സവകാലത്ത് ഗ്രാമദേവതാ ക്ഷേത്രങ്ങളിൽ ഉറപ്പായിട്ട് ഉത്സവങ്ങളുണ്ട്, ആഘോഷങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം നിങ്ങളുടേതായി നിൽക്കുന്ന എന്തെങ്കിലും ഒരു സങ്കല്പം ആ ഭഗവത് സ്വരൂപത്തിന്റെ തിരുനടയിൽ സമർപ്പിക്കാൻ മറക്കരുത്. അങ്ങനെ അതുപോലെ തന്നെ ഉത്തരായന കാലത്ത് എണ്ണ വാങ്ങിച്ച് ഒരു വ്യക്തിക്ക് ദാനം ചെയ്താൽ അത് രോഗദുരിതങ്ങൾ ഒരുപാട് മാറാൻ സാധിക്കും. അതുപോലെ തന്നെ ഉത്തരായന കാലത്ത് വസ്ത്രങ്ങൾ വാങ്ങിച്ച് ഒരാൾക്ക് ദാനം ചെയ്താൽ ഒരുപാട് പുണ്യവും മനസുഖവും അതുപോലെ തന്നെ ഐശ്വര്യവും ഉണ്ടാകാൻ സാധിക്കും. അല്ല, ഉത്തരായന കാലത്ത് നല്ല പഴങ്ങൾ വാങ്ങി അറിയാവുന്ന ആൾക്കാർക്ക് നമ്മൾ ദാനം ചെയ്താൽ മനസന്തോഷത്തിനും സന്തതി പരമ്പരയ്ക്കും വേറെയില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ സ്വർണം വെള്ളിയൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ്. ഭൂമിദാനം ഇതൊക്കെ പറഞ്ഞാൽ ഇതൊന്നും നടക്കാത്ത കാര്യമാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ വസ്ത്രദാനം, എണ്ണദാനം, അതുപോലെ തന്നെ പഴങ്ങൾ, അതുപോലെ തന്നെ ഭക്ഷണം ഉത്തരായന കാലത്ത് ഭക്ഷണം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഭക്ഷണം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഈ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമൊക്കെ നടക്കുമ്പോൾ അന്നദാനത്തിന് നിങ്ങളുടെ വക 1 കിലോ അരി കൊടുക്കുക. അവിടെ നടക്കൽ ഈ അന്നദാനത്തിനുള്ള സാധനങ്ങൾ സ്വരൂപിക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ 1 കിലോ അരിയോ 2 കിലോ അരിയോ അല്ലെങ്കിൽ ഒരു അല്പം പച്ചക്കറിയോ അല്ലെങ്കിൽ ഒരു ഉപ്പേരിക്കുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാലും അന്നദാനമൊക്കെ നടത്തി കഴിഞ്ഞാൽ മുജ്ജന്മശാപങ്ങളും സർവപാപപരിഹാരങ്ങളും സർവാഭിഷ്ടവും ഇതൊക്കെ ഉത്തരായന കാലത്ത് വളരെ ഗംഭീരമാണ്. അപ്പോൾ ഉത്തരായന കാലത്തെ ആചരണങ്ങളെ കുറിച്ച് ഞാൻ ഈ സംസാരിച്ചു. ഈ ഉത്തരായന കാലത്ത് ഇതൊന്നും സമ്പത്തിന് ഒരു ചെലവേറിയ സാധനങ്ങളല്ല, വളരെ നിസ്സാരമായ ആചരണങ്ങളാണ്. അപ്പം ഗ്രാമദേവതകളിലുള്ള പ്രാർത്ഥനാ വിശ്വാസം, കുടുംബദേവതയിലുള്ള പ്രാർത്ഥനകൾ, ദാനകർമാദികൾ, അന്നദാനത്തിലുള്ള സാധനങ്ങൾ കൊടുക്കുക, അതുപോലെ തന്നെ നാമം ജപിക്കുക. 24 മണിക്കൂറും അങ്ങനെ നാമം ജപിച്ചിട്ട് ദുഷ്ടത മാത്രം ചിന്തിക്കണമെങ്കിൽ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഒരാൾ പറഞ്ഞാലും അംഗീകരിക്കില്ല, ഒരു കാര്യവും കേൾക്കില്ല, വളരെ മർക്കടപുഷ്ടിയായിട്ട് ജീവിക്കുക, എന്നിട്ട് ഭയങ്കര നാമജപം ഉണ്ടെന്ന് പറയാം. എന്താ കാര്യം? ഒരു കാര്യമില്ല. അപ്പം പുണ്യപ്രവർത്തനങ്ങളും പുണ്യകർമ്മങ്ങളും
മറ്റുള്ളവരുടെ വേദനയും വിശപ്പും സങ്കടവും കാണുകയും കൂടെ ചെയ്യുന്ന പൂജാതി കർമ്മങ്ങൾക്കാണ് പ്രാധാന്യം, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കാണ് പ്രാധാന്യം. അപ്പോൾ ഉത്തരായന കാലത്തിന് ഇതെല്ലാം പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരായന കാലത്തെ ആ അവസ്ഥ ഈ ഒരു 6 മാസം കൊണ്ട് നഷ്ട ഊർജങ്ങളെ തിരിച്ചു പിടിച്ച് ശിഷ്ട ജീവിതത്തിന് ശക്തി പകരുവാനായിട്ട് ഉത്തരായന കാലത്തെ ആചരണങ്ങൾ വൃത്തിയായി പാലിക്കുമ്പോൾ ഒരു വളരെ ഐശ്വര്യപ്രദമായ ജീവിതത്തിലേക്ക് നമുക്കത് മാറാൻ സാധിക്കും. നമ്മൾ എന്താണോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു മണ്ണിൽ കുഴിച്ചിടുന്ന വിത്ത്, ആ വിത്ത് അതിശക്തമായി വളരുന്നു, ഭാവിയിൽ അതിശക്തമായി കാക്കുന്നു, പൂക്കുന്നു, ഒരുപാട് ഐശ്വര്യ. അപ്പൊ നമ്മൾ ആ നന്മയുടെ, ഐശ്വര്യത്തിന്റെ, ചിന്തയുടെ, ശ്രേഷ്ഠതയുടെ, വിശ്വാസത്തിന്റെ, നാമജപത്തിന്റെ, പ്രാർത്ഥനയുടെ വിത്തുകൾ കുഴിച്ച് ശ്രേഷ്ഠമായ ലൈഫിലേക്ക് എത്തുവാൻ ഉത്തരായന കാലം അതിഗംഭീരാണ്, അതിക്കേമാണ്. നമസ്കാരം ഗോവിന്ദൻ.